2024-ൽ നിങ്ങൾ ദുബായ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ്സാക്കരുത്. ദുബായിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു യൂണിവേഴ്സ് ആണ്. വൺ ഓഫ് ദി ഇമ്മേഴ്സീവ് എക്സ്പെരിമെന്റൽ ആൻഡ് എന്റർടൈൻമെന്റ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സ് ഉള്ളത് ദുബായിലെ വാഫി സിറ്റി മാളിലാണ്. ദുബായ് ഡൗൺ ടൗണിൽ നിന്നും വെറും 13 മിനിറ്റ് ദൂരെയാണ് ഈ മാള്. 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ്, അത് കേട്ടിട്ടില്ലേ? ഈ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിലെ ഒന്നാണ് പിരമിഡ്സ് ഓഫ് ഗിസ ഇൻ ഈജിപ്ത്. ഈ പിരമിഡ്സ് ഓഫ് ഗിസനെ റിസംബിൾ ചെയ്തിട്ടാണ് വാഫി സിറ്റി മാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈജിപ്ത് വരെ പോയി പിരമിഡ് കാണാൻ പറ്റാത്തവർക്ക് വാഫി മാളിൽ വന്നാൽ മതി. 7 ലോകാത്ഭുതങ്ങളിലെ ഒന്നായ ഗിസ പിരമിഡ്സിനെ ചെറിയൊരു മിനിയേച്ചർ വേർഷൻ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാഫി സിറ്റി മാളിൽ 40,000 സ്ക്വയർ ഫീറ്റിൽ ഒരു വൈബ്രന്റ് ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ആയ യൂണിവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും വേറൊരു വൈബാണ് അവിടെ. വേറൊരു യൂണിവേഴ്സിൽ പോയൊരു ഫീലിംഗ് ആണ്. ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാം. ടോട്ടൽ ഒരു 12 റൂമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സെറ്റപ്പ്. ടിക്കറ്റ്സ് ഒക്കെ പ്രീ ബുക്ക് ചെയ്യാനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ അവിടെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ ഇൻ കേസ് അവിടെ കുറച്ച് റഷാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ടൈം അവിടെ വേസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ അറ്റ് ടൈം അതിൽ എൻട്രി ഉള്ളൂ. സോ പ്രീ ബുക്കിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. പ്രീ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് സെറ്റിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ദുബായ്ക്ക് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദുബായിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാം, അവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫേഴ്സുകളുണ്ട്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. അതിനായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അഡൾട്ടിന് ഒരു 2,000-3,000 റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും ടിക്കറ്റ് റേറ്റ് വരുന്നത്. കിഡ്സിനാണെങ്കിൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ്സ് ഒക്കെ ഫ്രീ ആണ്. നമ്മൾ ഏതൊരു കൺട്രിയിലേക്ക് പോകുമ്പോഴും നമ്മുടെ കയ്യിലൊരു പാസ്പോർട്ട് ഉണ്ടാവും. അതുപോലെ ആയ യൂണിവേഴ്സിൽ കടക്കുമ്പോഴും നമുക്ക് അവരൊരു പാസ്പോർട്ട് തരും. ഒപ്പം ഒരു സ്റ്റിക്കർ കാർഡ് ഉണ്ടായിരിക്കും. ഓരോ റൂമിനും ഓരോ സിമ്പിൾസ് ആയിരിക്കും. സോ നമ്മൾ ഓരോ റൂമും എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സിമ്പിൾസ് എടുത്ത് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റിക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ഓൺ എ ജേർണി ടു എ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ്. ഇതാണ് സോൺ ഏരിയ 1, അറോറ. ഇവിടുത്തെ ഫസ്റ്റ് സോൺ ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ കാം ആയിട്ടുള്ള ഒരു പ്ലസന്റ് എൻട്രൻസ് ആണ് ഈ സോൺ. ദ സെക്കൻഡ് സോൺ ആണ് ദ സോഴ്സ്. ഇവിടെ ഒരു 6 മിനിറ്റ് ഷോ ആണുള്ളത്. നമ്മുടെ ഈ റൂമിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു വലിയ ഡോം ഉണ്ടായിരിക്കും. ആ ഡോമിൽ നമ്മൾ നമ്മുടെ കൈ വെക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ലൈറ്റ്സും കളേഴ്സും ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവാം. സോ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തേർഡ് സോണാണ് ഡ്രിഫ്റ്റ്. ആക്ച്വലി ഞങ്ങളിത് ഏറ്റവും ലാസ്റ്റാണ് ഈ സോണിലേക്ക് വന്നത്. സോ ആ സമയത്ത് തന്നെ ഇതൊരു ഭയങ്കര റെസ്റ്റിംഗ് ഏരിയ പോലെയായിരുന്നു. കാരണം കുറേ സ്റ്റാർസിൻ്റെ ഇടയിൽ കിടന്ന് നമുക്ക് മേലെയുള്ള സ്ക്രീനിൽ നോക്കിയിട്ട് മ്യൂസിക്കും വൈബ്രേഷൻസും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലെയായിരുന്നു. നെക്സ്റ്റ് ആയിരുന്നു ഔട്ട്ലാൻഡ്. നമ്മുടെ നേച്ചറിനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സോണാണിത്. നമ്മൾ ആ സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ അവതാസ് നമ്മൾ ഫോളോ ചെയ്യും. നമ്മുടെ മൂവ്മെൻറ്റ്സിന് അനുസരിച്ചിട്ടായിരിക്കും ആ അവതാസ് നമ്മൾ ഫോളോ ചെയ്യുക. സോ ഒരു വെറൈറ്റി ഫീലിംഗ് ആയിരുന്നു. നെക്സ്റ്റ് ആണ് ദ പൂൾ. അതായത് ഈ പൂളിൻ്റെ സെൻറ്ററിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ
പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് സോണായിരുന്നു ദ റിവർ. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സോണായിരുന്നു ഇത്. കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റെപ്സിനനുസരിച്ചിട്ടായിരുന്നു അവിടുത്തെ ബ്രിഡ്ജിലത്തെ കളറും ലൈറ്റ്സും ഒക്കെ മാറി വരുന്നുണ്ടായിരുന്നത്. സോ കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സോണായിരുന്നു അത്. നെക്സ്റ്റ് ആയിരുന്നു ദ ഫാൾസ്. ഇതൊരു റിവേഴ്സ് റിയാലിറ്റിയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഡ്രോപ്ലെറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിരുന്നു. കാരണം അവരവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫാൾസ് ആണ്. നെക്സ്റ്റ് സോൺ സെലസ്റ്റിയ. ഇവിടെ ഒരു 12 മിനിറ്റ് ഷോ ആണ്. ഈ 12 സോണിൽ വെച്ച് ഏറ്റവും വലിയ റൂമായിരുന്നു ഇത്. അവിടെ മ്യൂസിക്കും കളേഴ്സും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ആണ് ഫ്ലോറ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് സോൺ ആയിരുന്നു. ഒരു ഫാൻറ്റസി വേൾഡിലെത്തിയ പോലെയായിരുന്നു അവിടെ. ഒരു ഗാർഡൻ ഫുള്ള് ബ്ലൂമിങ് ലൈറ്റ്സ് വിത്ത് ബ്യൂട്ടിഫുൾ മ്യൂസിക്. ഈ സോണിൽ ഒരുപാട് നേരം ചിലവഴിക്കാൻ നമുക്ക് തോന്നും. അത്രയും ബെസ്റ്റ് ഒരു സോണായിരുന്നു ഫ്ലോറ. നെക്സ്റ്റ് ആയിരുന്നു ടൈഡ്സ്. ഇവിടെ ഫുള്ള് പില്ലേഴ്സാണ്, മിററുകളുള്ള ഒരുപാട് പില്ലേഴ്സ്. ഇവിടെയും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സോണായിരുന്നു. ലൂണ. ഇതും വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സോണായിരുന്നു. വലിയ വലിയ ലൈറ്റിംഗ് മൂൺസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നൊരു ഫീലിംഗ്. കിഡ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സോൺ. നെക്സ്റ്റ് ഒരു ഡാൻസിങ് സോൺ പോലെയായിരുന്നു ഹാർമോണിയ. നമ്മുടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു DJ ഫ്ലോറിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ്. ഒരു അടിപൊളി സോൺ. ഇവിടെ ഓരോ സോണും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഓരോ സോണിലും മ്യൂസിക് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഓരോന്നിലും അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻസ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഒരു വർത്ത് പ്ലേസ് ആണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നിങ്ങളും ദുബായിൽ വരുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ആയ യൂണിവേഴ്സിൽ വരിക. ഞങ്ങൾ ദുബായിൽ വരുമ്പോൾ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ അവിടെയൊന്നും ഈ ആയ യൂണിവേഴ്സിനെ കുറിച്ച് ആരും അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് പോയി നോക്കാം, എങ്ങനെയാണെന്ന് അറിയാലോ. ആയ യൂണിവേഴ്സ് ഒരു വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ കൊടുത്ത കാശ് മുതലാവാന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ ദുബായിൽ പോയിട്ട് ഞങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ ഫസ്റ്റ് നമ്പറാണ് ആയക്ക്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപോലെ ഓർത്തിരിക്കാനും പറ്റിയ ഒരുപാട് മെമ്മറീസ് ആയലുണ്ട്. സോ നിങ്ങളും ഇതേപോലെ ദുബായിൽ കാണാത്ത സ്ഥലങ്ങൾ, യൂണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. المحطة القادمة هي المركز التجاري العالمي. The next station is World Trade Center.